വീണ വിജയന്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും കരിമണൽ കർത്തയുടെ CMRL തമ്മിൽ ചില കരാറുകളിലൊക്കെ ഒപ്പിട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതുകൊണ്ടാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ED അന്വേഷണമൊക്കെ വ്യാപകമായത്. പക്ഷേ ഇപ്പോൾ EDയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇതിനകത്ത് വീണയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ എക്സാലോജിക്കിന് വേണ്ടിയിട്ട് നിർണായകമായ ഇടപെടലൊക്കെ നടത്തിയത് മൂന്നാമത്തെ ഒരാളാണ്. അതായത് വീണയ്ക്ക് ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അത് ED ചോദ്യം ചെയ്യലിലൂടെ അവർക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള അല്ലെ വീണയ്ക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പാർട്ടിയുമായി ബന്ധമുള്ള ഒരാളുണ്ട്. അയാൾ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ കിട്ടി. പക്ഷെ അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഈ കള്ളപ്പണ ഇടപാടുമായിട്ട് നേരിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻ ബന്ധം ഉണ്ടായിരിക്കണം. അത് കാണുന്നില്ല. ഒപ്പം മറുവശത്ത് ED ആക്രമിച്ച കേസിലെ പ്രതികളെല്ലാം തന്നെ ഇതാ ബെയിൽ നേടി രക്ഷപ്പെടാനായിട്ട് പോകുന്നു. ഒരു പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. ആ ജാമ്യം അനുവദിച്ചപ്പോൾ സർക്കാർ പ്രോസിക്യൂട്ടർ ദുർബലമായ വാദഗതികളാണ് ഉന്നയിച്ചത്. കാരണം അയാൾക്ക് ജാമ്യം നേടി പുറത്തു പോയിക്കോട്ടെ. ആ പ്രോസിക്യൂട്ടർ LDF നിയമിച്ചതാണ്. ചുരുക്കം പറഞ്ഞാൽ EDയുടെ നീക്കങ്ങളെയൊക്കെ അട്ടിമറിക്കാനായിട്ട് UDF സർക്കാരും ചില സഹായങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നില്ലേ? അതെ, അത് പരോക്ഷമല്ലെന്നേ, വളരെ കൃത്യമായ പ്രത്യക്ഷം തന്നെയാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ അട്ടിമറികൾ പലപ്പോഴും നടക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്താൽ ആ കുറ്റകൃത്യത്തിൽ രണ്ട് ഘട്ടങ്ങളിലാണ് മനുഷ്യന് സഹായം ആവശ്യമുണ്ടാവുക. കുറ്റവാളിക്കായാലും അതിൻ്റെ ഇരക്കായാലും ഇത് രണ്ട് തരത്തിലാണ്. ഒന്നെന്താ, പോലീസിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ, ഏറ്റവും നിലപാട് പലപ്പോഴും എടുക്കുന്നത് ആരാ? ഒന്നുകിൽ ഭരണകൂടത്തെ പിന്തുണക്കുന്ന നേർക്കുനേരെ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ നിയമനം വഴി വന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഇപ്പോൾ MR അജിത് കുമാറിനെ പോലുള്ള ആളുകൾ FIR മാറ്റി എഴുതുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് പിണറായിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കൂലിപ്പണിയാണ് ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലെങ്കിലും ആരും പറയാതെ തന്നെ രാഷ്ട്രീയ നിലപാട് എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവർ കേരള പോലീസ് അസോസിയേഷൻ പോലുള്ള ഇടതുപക്ഷ ഇപ്പോൾ CPM-നെ അനുകൂലിച്ച് നിൽക്കുന്ന, അത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിനൊക്കെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഭരണകക്ഷി ഇടതുപക്ഷം ആണെങ്കിൽ അവരൊക്കെ അസോസിയേഷനൊക്കെ ഏതാണ്ട് ഭരണാനുകൂലമായിരിക്കും, അല്ലെങ്കിൽ അവരൊക്കെ മറിച്ച് നിലപാടെടുക്കുകയും ചെയ്യും ഏറെക്കുറെ. പക്ഷേ പോലീസിൽ ഇടപെടാനുള്ള രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നത് ഈ അസോസിയേഷനുകൾ മുഖേനയാണ്, പോലീസിനകത്തെ രാഷ്ട്രീയം. രണ്ടാമത്, ഒരു കേസ് പോലീസിൽ നിന്ന് പോയി വലിയ ദോഷമില്ലാതെ പാർട്ടിക്കാരാണെങ്കിൽ പാർട്ടിക്കാരായ പ്രതികൾക്ക് ദോഷം ചെയ്യാത്ത തരത്തിൽ കേസ് ഫ്രെയിം ചെയ്ത് കഴിയുന്നത്ര ഡൈല്യൂട്ട് ചെയ്ത് നിസ്സാരമായ വകുപ്പുകളൊക്കെ ചേർത്തിട്ട് കോടതിയിൽ കൊടുക്കും. പിന്നെ എങ്ങനെയാണ് ഭരണകക്ഷി ഇടപെടുക? ഭരണകക്ഷി ഇടപെടുന്നത് അടുത്ത ഘട്ടമാണ്. ഈ പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ഗവൺമെന്റ് പ്ലീഡർ എന്നൊക്കെ പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, അവരിടപെടും. ആരാണ്? എന്താ കാരണം? അവർക്ക് ഇടപെട്ടേ പറ്റൂ. കാരണം പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന പണി ഒരു രാഷ്ട്രീയ നിയമനമാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിയമനം ഒരിക്കലും ഈ പറഞ്ഞ യോഗ്യത അനുസരിച്ചോ മെറിറ്റ് അനുസരിച്ചോ അല്ല. ജുഡീഷ്യൽ നിയമനങ്ങൾക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. വക്കീല് കക്ഷി കൊടുക്കുന്ന ഫീസും അവനവൻ്റെ സാമർഥ്യവും അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ആനുകൂല്യവും. അതേ സമയത്ത് അവിടുത്തെ ജഡ്ജിമാർ, താഴേ തട്ടിലുള്ള ജഡ്ജി തൊട്ട് മുകളിലുള്ള ജഡ്ജിമാർ വരെ പലതരത്തിലുള്ള സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്, അതിലൂടെ കടന്നു പോകുന്നവരാണ്. ഇപ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതിയിലൊക്കെ എത്തുമ്പോഴാണ് അവരുടെ കൊളീജിയം നിശ്ചയിക്കുന്നതൊക്കെ. അപ്പോഴും അതിൻ്റെ മെറിറ്റും പെർഫോമൻസും ഒക്കെ വെച്ചിട്ടാണ് തീരുമാനിക്കുക. രാഷ്ട്രീയ താല്പര്യങ്ങൾ അപൂർവമായിട്ടൊക്കെ ഉണ്ടാവാം എങ്കിലും. പക്ഷെ താഴെ തട്ടിൽ അങ്ങനെയല്ല. താഴെ തട്ടിൽ ജുഡീഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത് അവർ 3 കൊല്ലം ഏതെങ്കിലും കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം, മിനിമം 3 കൊല്ലം. എന്നിട്ട് വളരെ ടഫായിട്ടുള്ള ഒരു ടെസ്റ്റ് എഴുതണം, ജുഡീഷ്യൽ ടെസ്റ്റ്. അത് ഒരിക്കലല്ലെങ്കിൽ പലതവണ അറ്റൻഡ് ചെയ്ത് പലപ്പോഴും അപ്പിയർ ചെയ്തിട്ടാണ് കിട്ടുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് ആണ് പലപ്പോഴും ഇപ്പം നമ്മൾ ചെറിയ സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വരെയുള്ള പോസ്റ്റുകൾ, മുൻസിഫ് പോലുള്ള പോസ്റ്റുകളിലൊക്കെ വരുന്നത്. പിന്നെയാണ് അവരുടെ നിരന്തരമായ അനുഭവങ്ങളിലൂടെയാണ് പ്രൊമോട്ട് ചെയ്ത് വരിക. അപ്പോൾ ഇതൊന്നും പാലിക്കാത്ത നിയമനമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്താ? തലേന്ന് വരെ പാർട്ടിക്ക് സിന്ദാബാദ് വിളിച്ചിരുന്ന ഒരാൾ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിയമനം കിട്ടും. ആ നിയമനങ്ങളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അങ്ങനെ ആകുമ്പോൾ എന്താ അതിൻ്റെ കുഴപ്പം? ആ നിയമനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അതാണ് ഇപ്പോൾ ഈ കേസിൽ അനുഭവിച്ചത്. ആ നിയമനങ്ങളുടെ പ്രശ്നം എന്താണ്? ഒരു നിയമനത്തിനൊരു കാലാവധി ഉണ്ടാവുമല്ലോ. രാഷ്ട്രീയ നിയമനമാണ്. ഒരു പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ ആ പാർട്ടിയുടെ കേസുകൾ, അത് തീർച്ചയായിട്ടും അവരുടെ ഡ്യൂട്ടിയാണത്. ആ പാർട്ടിയുടെ താല്പര്യം കോടതിയിൽ സംരക്ഷിക്കലാണ്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ സംരക്ഷിക്കലാണ് ഇവരുടെ ജോലി. അങ്ങനെ ഒരു നിയമനത്തിന് കാലാവധി ഉണ്ടാവും. ഇപ്പോൾ അവരുടെ കാലാവധി തീരുന്നത് വരെ അവർക്ക് നിൽക്കാം എന്ന വകുപ്പുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാന്യതയും മൊറാലിറ്റിയും ഉള്ള ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നത് ശരിയാണോ?
ഏത് ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ, ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് നിയമിതനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആ ഗവൺമെന്റ് പോയതിന്റെ പിറ്റേന്ന് നിൽക്കാൻ പാടില്ല. 2 കാരണങ്ങളാൽ. ഒന്ന്, അദ്ദേഹത്തെ നിയമിച്ചവർ പോയാൽ പിന്നെ ആ നിയമനത്തിന് അർത്ഥമില്ല. ആ ഗവൺമെന്റിനെ തോൽപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് എതിരാളികൾ അധികാരത്തിൽ വന്നാൽ അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ ആ പോസ്റ്റിൽ നിൽക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏത് ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ ഇദ്ദേഹത്തെ നിയമിച്ചത് ആ ഗവൺമെന്റ് പോയല്ലോ, പിന്നെ ആരുടെ താല്പര്യത്തിനാണ് രക്ഷിക്കുക? തോറ്റ കക്ഷിയുടെ താല്പര്യങ്ങൾ ഭരണകക്ഷിയുടെ പക്ഷത്ത് നിന്ന് സംരക്ഷിക്കേണ്ടി വരും. അതെ, അതാണ് ഇപ്പൊ സംഭവിച്ചത്. അല്ല, ഇപ്പൊ ഇവിടെ ഒരു കാര്യം, ഇഡിക്ക് ഈ വീണയെ വേണമെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാം. പക്ഷെ വീണയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം, യഥാർത്ഥ പ്രതി ഒരു പക്ഷേ രക്ഷപ്പെടാം. കാരണം വീണയെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ പിണറായി വിജയനിലേക്ക് എത്താനുള്ള ഒരു പാതയ്ക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് 300 കോടിയോളം രൂപയുടെ ട്രാൻസാക്ഷന്റെ ചില സൂചനകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് നേരിട്ട് പിണറായി വിജയനാണോ ചെയ്തതെന്ന് ഇപ്പോഴും ഇഡിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ കരാർ CMRL കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു രൂപരേഖ തയ്യാറാക്കണമല്ലോ. രൂപരേഖ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ മൂളയുള്ള ഒരാൾ വിചാരിക്കണം, അത് വീണയല്ല എന്നുള്ള ബോധ്യം. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമൻ ആര്? ഈ മൂന്നാമൻ എന്ത് സഹായങ്ങൾ ചെയ്തു? ഇപ്പോഴും വീണ എടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലൂടെ CMRL നൽകിയ സേവനം? അത് ഞങ്ങൾ IT സേവനം. ശരി, എന്ത്? അതിൻ്റെ ഒരു രേഖയും വീണയുടെ കയ്യിലില്ല. മാത്രമല്ല അത് ടെക്നിക്കലായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഗ്രാഹ്യവുമില്ല. നേരത്തെ SFIOയ്ക്ക് നൽകിയ വീണയുടെ മൊഴികൾ ഏതാണ്ട് 134 രേഖയുണ്ട്. അതും ആദ്യഘട്ടത്തിൽ വീണ പറഞ്ഞ വിശ്വാസയോഗ്യമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. മാത്രമല്ല എക്സാലോജിക്കിലെ പഴയ ജീവനക്കാർ നൽകിയിട്ടുണ്ട്. എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉൾപ്പെടെയാണ് ഞങ്ങൾ കൊടുത്തത്. അതൊന്നും വലിയ എക്സ്പെൻസീവ് അല്ല. പിന്നെ എന്തിന് ഈ 2.78 കോടി രൂപ നൽകി? അപ്പോൾ പണം എന്തിന് നൽകി, ആ പണം എന്തിനൊക്കെ ചെലവഴിച്ചു, കൂടാതെ ഈ പണം മറ്റേതെങ്കിലും മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തോ? ഇതൊക്കെ തന്നെ കുഴപ്പിക്കുന്ന ചോദ്യം. ഇതിലേക്കൊക്കെ ഇടി വരണമെങ്കിൽ 29-ാം തീയതി വീണ്ടും വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണം. പക്ഷേ 29-ാം തീയതി ഒരു എക്സ്ക്യൂസ് വീണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ ഈ 30-ാം തീയതിയോ അല്ലെ ജൂലൈ മാസത്തിലേക്കോ നീളാം. ആ സമയത്ത് പിണറായി വിജയനെ കൂടിയിരുത്തി വീണ വിജയനെ ചോദ്യം ചെയ്താൽ ഒരുപാട് സത്യങ്ങളൊക്കെ പുറത്തു വന്നേക്കാം. അപ്പോൾ EDയെ ഞെട്ടിപ്പിക്കുന്ന, കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന എന്തൊക്കെയോ സത്യങ്ങൾ ഈ വീണയുടെ നാക്കിൻ തുമ്പിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ കേസിലെ നീതി നമ്മൾ പ്രതീക്ഷിക്കുന്ന എവിടെയാണ്? വീണയുടെ നാവിൽ നിന്ന് പിണറായി വിജയന്റെ പേര് വരുമ്പോഴാണ്. കാരണം സാമാന്യം ജനങ്ങൾക്ക് മുഴുവനും അറിയാം ഇതിൽ ആരായിരിക്കും പ്രതിയെന്ന്. വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടി എന്ന വ്യക്തിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് അറിയാവുന്നവർക്കും അറിയാം. സ്വന്തമായി ഒരു അവരുടെ ശേഷി എന്താണ്. ഒരു കോളേജിലെ, ഒരു പ്രൊഫഷണൽ കോളേജിലെ എൻട്രൻസ് പോലും എഴുതാൻ ശേഷിയില്ലാത്തൊരു കുട്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത്രയേ ഉള്ളൂ. ആ കാണുന്നത് തന്നെയാണ് അവർ, അതിലപ്പുറം അവർക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെങ്ങനെയാണ് ഇത്ര വിജയകരമായൊരു ബിസിനസ് നടത്തിയത്? എങ്ങനെയാണ്? എന്താണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്? ആരാണ് അതിന്റെ പിന്നിൽ? ഇതിലൊരു കാര്യം തീർച്ചയാണ്. പിണറായി വിജയനാണോ എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ അല്ല എന്നാണ് ഉത്തരം. പകരം മുഖ്യമന്ത്രിയാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് ഇത് ചെയ്യാൻ എല്ലാ കാലത്തും കൂലിക്കാരെ കൊണ്ട് ചെയ്യിച്ച് കാര്യങ്ങൾ നടത്തിപ്പോകുന്ന, സ്വന്തം രൂപം തൊട്ട് സ്വന്തം പെരുമാറ്റം വരെ, സ്വന്തം PR വർക്ക് വരെ, സ്വന്തം കട്ടൗട്ടുകളും പോസ്റ്ററുകളും വരെ, സ്വന്തം മൂവ്മെന്റ് വരെ, എല്ലാം PR വർക്കിനെ കൂലിക്കെടുത്ത വാടക കൊലയാളികളെ കൊണ്ട് എതിരാളികളെ കൊല്ലിക്കുന്നത് പോലെ തന്നെയാണ്. വാടകക്കാരെ കൊണ്ട് എല്ലാം ചെയ്തു വന്ന ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ ഈ കേസ് പിണറായി വിജയൻ അല്ല, പിണറായി വിജയന് വേണ്ടി ചെയ്തവരുണ്ടാവും. കൃത്യമായിട്ട് ഇതിലിപ്പോ ആദ്യം കിട്ടേണ്ട നീതി സിനു ആദ്യം പറഞ്ഞ കാര്യമാണ്. വീണ വിജയന്റെ കൂടെ ഇനി കാര്യങ്ങൾ വെളിപ്പെടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോ പ്രതിപക്ഷ നേതാവായ സ്വന്തം അച്ഛനെ കൂടി കൂട്ടിയിരുത്തിയിട്ട് എനിക്കറിയില്ല, അച്ഛനെ അറിയൂ എന്ന് പറയിപ്പിച്ചാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പിണറായി വിജയൻ വ്യക്തിപരമായി നടത്തിയ വലിയൊരു അഴിമതിയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ വരും. 2, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉപയോഗിച്ച്, പാർട്ടി കൊടുത്ത പദവികൾ ഉപയോഗിച്ച് അദ്ദേഹം കാണിച്ച സ്വാർത്ഥപരമായ നടപടികളുടെ, അഴിമതിയുടെ ഒരു ചിത്രം പുറത്തു വരും. ശിക്ഷിക്കപ്പെടുമെന്നുള്ളതൊക്കെ 2ാമത്തെ കാര്യം. പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ ആ കലയിൽ അദ്ദേഹം വലിയ വിദഗ്ധനാണ്. നമുക്കിപ്പോൾ അത് വേണ്ട. ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട പണിഷ്മെന്റ് വീണ തൈക്കണ്ടി നിയമത്തിന് മുമ്പിൽ വന്നല്ലോ. പിണറായി വിജയന്റെ മോളായതുകൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. അത് വന്നു. 2, അച്ഛൻ തന്നെയാണ് ഇതൊക്കെ. ആരാണ് സേവനം ചെയ്തത്? അച്ഛനാണ്. ആരാണ് പ്രതിഫലം വാങ്ങാൻ പറഞ്ഞത്? അച്ഛനാണ്. ആരാണ് എക്സാലോജിക് ഉണ്ടാക്കിയത്? അച്ഛൻ പറഞ്ഞിട്ട് ആരോ തട്ടിക്കൂട്ടിയതാണ്. കോർപ്പറേറ്റ് സഹായങ്ങളുണ്ട്. അപ്പൊ അത് വീണ വിജയൻ പറഞ്ഞു കിട്ടിയാൽ തീർന്നു. അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. അത് പറഞ്ഞു കിട്ടിയാൽ ഈ കേസിലെ ആദ്യത്തെ നീതി കിട്ടിയെന്ന് നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.